എല്ലാവരും ചോദിച്ചിരുന്നല്ലേ എൻ്റെ ഈ ഒരു വീട്ടിൽ ഒരു ദിവസം. പക്ഷെ എൻ്റെ അടിക്കലും തുടങ്ങി കഴിഞ്ഞു കേട്ടോ. ബാക്കി ഇവിടെ മക്കൾ പോയി കഴിഞ്ഞാലേ നല്ല വൃത്തിയിൽ കിടക്കും. മക്കളുണ്ട് പറഞ്ഞാൽ നമുക്കിങ്ങനെ അടിച്ചിട്ടും കോരിയിട്ടും സമയം പോണതേ അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവിടെയും നീറ്റായി കിടക്കും എല്ലാ ഭാഗവും. പക്ഷെ മക്കൾ വന്നു കഴിഞ്ഞു വെച്ചാൽ ചെറിയോരും എല്ലാവരും പാടെ കൂടിയിട്ടേ പൂരായിരിക്കും ഇവിടെ. ചെറിയോര് വരണമെന്നില്ല അറിയാം. ആര് വന്നാലും ആരും വലിയൊരു അമ്മും അച്ഛനും മാത്രം എന്താ പറഞ്ഞ അനുസരിക്കും കേട്ടോ. അവർക്ക് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ളവർ നല്ലതാ. ഇപ്പം നമ്മൾ പാത്രമൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് വിചാരിച്ചാൽ എന്നാലും വേണ്ടില്ല. വെറുതെ ഇതിനെയൊക്കെ ഇങ്ങനെ കടല കൊണ്ടേക്ക് കളഞ്ഞിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളഞ്ഞിട്ട് ഇടും. ഇവിടെ വിറകാല ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? പട്ട മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. ഇനി വിറകാലേക്ക് എന്തെങ്കിലും ആദ്യം വിറക് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണം. അപ്പോൾ കണ്ടോ എല്ലാവിടെയും കണ്ടില്ലേ നീറ്റായിട്ട് കിടക്കുന്നത്. നമ്മൾ അതിൽ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഉഴുന്ന് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുത്ത് വെച്ചാട്ടോ. വൈകുന്നേരം കുട്ടികൾ വരുമ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതാണ് പറഞ്ഞത് അവർക്ക് ഇഷ്ടം. അതിൻ്റെ കൂടെ ഒരു ഇന്ന് വൈകുന്നേരത്ത് ഉഴുന്നുവടയും ചട്നി ഉണ്ടാക്കിയത്. അതാണ് പറഞ്ഞ വെച്ചാൽ ചട്നിയോ ചമ്മന്തി ആയാലും കുഴപ്പമില്ല. നമുക്കില്ലേ കൂട്ടാൻ വെക്കണം കേട്ടോ. എന്താണെന്ന് കൂട്ടാൻ വെക്കേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് പറഞ്ഞല്ലേ. മുതിരപ്പുളി വെക്കണോ വെള്ളപ്പയർ പുളി വെക്കണോ എന്താണ് കൂട്ടാൻ വെക്കേണ്ടതെന്ന് അറിയാണ്ട് എന്താ വെക്കണ്ടേ? ഇത് മുതിരപ്പുളിയൊക്കെ എപ്പോഴും വെക്കാൻ പറ്റും. ചൂട് തുടങ്ങിയ മുതിരപ്പുളി വെക്കാൻ പറ്റില്ല. എന്താ മുതിരപ്പുളി വെക്കാം. ഇത് നമ്മളില്ലേ വെള്ളം കുറച്ചും കൂടെ വാർന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വയ്ക്കാൻ വിചാരിച്ചിട്ടേ. അപ്പം അങ്ങനെ കഴുകിയിട്ട് ഇങ്ങനെ വെച്ചു കേട്ടോ. നമുക്ക് ഇന്നൊന്നും വെള്ളമില്ല. അപ്പോൾ കുറച്ച് വെള്ളമില്ലാത്തതിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എന്താ അപ്പുറത്തെ വീട്ടിലേക്ക് തന്നെ ഓടേണ്ടി വരും. ഈ വിളക്ക് നമ്മൾ കഴുകിയിട്ട് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടേ ഇല്ല കേട്ടോ. മക്കൾ പോയി കഴിഞ്ഞു വെച്ചാലേ ഒരു ബഹള് കുറവാണ്. വീട് നിറച്ച് കുട്ടികളുണ്ടായിട്ട് കുട്ടികളില്ലാണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതില്ലേ വെള്ളം വാരാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കും കേട്ടോ. വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് ഇവിടെ വയ്ക്കും. ചില സമയത്തൊക്കെ ഇവിടെ അതാണ് നിങ്ങളവിടെ കാണുന്നത്. ഉഴുന്ന് വെള്ളത്തിലെടുത്തേ അല്ലെങ്കിൽ ഉഴുന്ന് അതങ്ങനെ മറക്കും. ഉഴുന്നുവട നിങ്ങൾക്ക് ഇഷ്ടമാണോ? മുരിമുരിങ്ങനെ ഉഴുന്നുവടി നല്ല കട്ടൻ ചായ അല്ല കേട്ടോ, പാൽച്ചായ ആയിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുക വെച്ചാൽ ഇടയ്ക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങും കേട്ടോ. പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് തികയില്ല. അപ്പോൾ കുറച്ചിത് വേണ്ടേ. നമ്മുടെ ഈ വീടില്ലേ വൃത്തിയാക്കാൻ നല്ല മറ്റേ വീട് പോലെ ഇല്ല കേട്ടോ. വൃത്തിയാക്കാൻ കുറച്ചൊരു പണിയുണ്ട് അല്ലേട്ടാ. ഓരോ ഈ സൈഡ് കൂടെ പണിയുണ്ട്. മറ്റേ ഇവിടെ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അറിയും. അതാണ്ടോ ഈ ബക്കറ്റിൽ ഇനി ഇത് നിറഞ്ഞു വരുന്നുണ്ടാവും കേട്ടോ. നല്ല ഉഴുന്നാണിത്. ഏട്ടനിഷ്ടല്ലേ ഉഴുന്നുവട? ഈ സംഭവം എവിടെന്നാ വാങ്ങി? ടാപ്പിൻ്റെ ഇത് എവിടെന്നാ വാങ്ങിയെന്ന് 2-3 കൂട്ടുകാർ ചോദിച്ചിരുന്നു. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. 250 രൂപയാണ് ഇതിന് അല്ലേ? 250 രൂപയാണ്. അപ്പോൾ കുറേ പേർക്ക് അത് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഉണ്ടാവും. ആവശ്യമുള്ളവർ ചോദിച്ചോ? ആവശ്യമുള്ളവർ വാങ്ങിക്കോളൂ. മറ്റേ നമ്മുടെ കയ്യിൽ ആദ്യം നല്ല വെള്ളം വരുന്ന ടാപ്പായിരുന്നു കേട്ടോ. ഇതും അത്യാവശ്യം വെള്ളം വരായൊന്നുമില്ല, വെള്ളമൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നില്ലേ, ഇതപ്പം ഇങ്ങനെ വരും, ഇങ്ങനെ വരും. പിന്നെ എങ്ങനെയായിട്ട് വരിക? ഉണ്ടോ ഇങ്ങനെയൊക്കെ 3-4 തരത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരമാണ് നമുക്ക്. വെള്ളം കൂടുതൽ ചിലവാവില്ല, അതാണ് അതിൻ്റെ ഉപകാരം. വെള്ളം കൂടുതൽ ചിലവാവില്ല, അതാണ് ഉപകാരം. ഇന്ന് പിന്നെ തുണി തിരുമ്പേണ്ട ആവശ്യമൊന്നുമില്ല. തുണി തിരുമ്പാനുള്ള വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തുണി തിരുമ്പണ്ട. ഈ വെള്ളം വരുന്ന സമയത്ത് ഇപ്പം എന്താണെന്നറിയോ, ധൃതി പിടിച്ച് തിരുമ്പലാണ്. എത്ര വേഗമാണ് ഈ തിരുമ്പൽ കഴിയുക. സുകന്യയുടെ കഴിയുമ്പോഴേക്കും എൻ്റെ കഴിയുമ്പോഴേക്കും സുകന്യയുടെ. അങ്ങനെ ഞങ്ങൾ ചിലപ്പോൾ 2
3 പ്രാവശ്യമൊക്കെ തുണി തിരുമ്പിയിടും. വാഷിംഗ് മെഷീനിൽ പറ്റണത് അതിൽ തിരുമ്പിയിടും, ബാക്കിയുള്ളത് നമ്മൾ കല്ലിൽ തിരുമ്പിയിടും കേട്ടോ. ഏട്ടൻ്റെ തുണികളൊന്നും വാഷിംഗ് മെഷീനിൽ തിരുമ്പിടുന്നത് ഏട്ടന് ഇഷ്ടമല്ല. അതെന്താ ഏട്ടാ? അത് വാഷിംഗ് മെഷീനിൽ തിരുമ്പോൾ നല്ല വൃത്തിയാവും ഉണ്ടാകും. എനിക്ക് അത്ര വൃത്തി വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര വൃത്തി ഉണ്ടാവും വാഷിംഗ് മെഷീനിൽ തിരുമ്പിയത്. സുകന്യയുടെ തുണികളൊക്കെ ഇവിടെ മടക്കി വെച്ചാണ് എടുത്തുകൊണ്ടേയിട്ടില്ല. പൊന്നൂസ് ഇവിടെ വന്നിട്ടേ കണ്ടോ സെറ്റിയുടെയൊക്കെ എന്താ കേട്ടോ ഇത് മാത്രം സെറ്റായിട്ടിരിക്കണില്ലല്ലോ. അതെന്താ സെറ്റായിരിക്കാത്ത? അങ്ങനെ തന്നെ സെറ്റായിട്ടിരിക്കുക. അങ്ങനെ തന്നെ സെറ്റായിട്ടിരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കുക. അങ്ങനെ തന്നെ ഇരിക്കാം. തീരമാണ് ഇങ്ങനത്തെ ഇവിടേക്കും കൂടി ഇടാനുള്ളത് വാങ്ങിയതാണ് കേട്ടോ, 2 സൈഡിക്കും. പക്ഷേ ഏട്ടൻ്റെ അളവ് തെറ്റിയില്ല ഏട്ടാ. എൻ്റെ അളവ് തെറ്റില്ലേ? എൻ്റെ അളവെന്നൊക്കെ കറക്റ്റ് ആയിരുന്നു. അതിൽ ഒരു സീറ്റിൻ്റെ അളവ് ഉണ്ടല്ല, ആ സീറ്റിനനുസരിച്ചുള്ളത് അതിലിടാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ അളവ് തെറ്റി. അളവ് പോയില്ലേ? അല്ലാതെ ഞാൻ അളവത്തൊക്കെ കറക്റ്റ് തന്നെയായിരുന്നു. അത് കറക്റ്റ് തന്നെയാണ് സംഭവം. പക്ഷേ എന്താ വെച്ചെങ്കിൽ അത് രണ്ടിക്കും എടുക്കുമ്പോൾ ഇതേപോലെ കിട്ടില്ല എന്ന് മാത്രം. ഇപ്പോൾ അത് ഇങ്ങനത്തെ പറ്റില്ല. അത് തനിയെ ബെഡിൻ്റെ കവറില്ല, അതുപോലുള്ള കവർ വാങ്ങിയിട്ട് അതിലിടണം. അങ്ങനത്തെ അടുപ്പിക്കേണ്ടി വരില്ലേ? അടുപ്പിക്കേണ്ടി വരും. അതന്നെ ഇനി നടക്കുള്ളൂ പറഞ്ഞില്ലേ. നമ്മൾ തുടയ്ക്കണ സമയത്തൊക്കെ എല്ലാം എടുത്തിട്ട് പുറത്ത് വയ്ക്കും. പിന്നെ കഴിഞ്ഞിട്ട് ഒക്കെ എടുത്തിട്ട് ഇവിടെ വയ്ക്കും. ഞാൻ ഇത്ര വലുപ്പമുള്ളത് വാങ്ങാൻ പറഞ്ഞതാണ് കേട്ടോ. അവ പിന്നെ ഇപ്പോൾ വാങ്ങാനേ പറ്റില്ല. പിന്നെ ഒരു സമയത്ത് വാങ്ങാന്ന് പറഞ്ഞിട്ട് വാങ്ങിയില്ല. എനിക്ക് എന്ത് വലുപ്പത്തിലാണ്? ആ ചെടിയോ? ആ ചെടിയോ? ഈ ചെടിയല്ല, കടലാസ് പൂക്കൾ കണ്ടിട്ടില്ലേ? നല്ല പല കളറുള്ള കടലാസ് പൂക്കൾ. ഇപ്പൊ ഞാൻ നാളെ ഇവിടെ പൂക്കൾ വീട്ടിനുള്ളിലേക്ക് പുറത്തല്ലേ വെക്കുക? പുറത്തും വെക്കുക. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഏതൊക്കെ ചെടികൾ വെക്കുന്ന ആൾക്കാർ, റോസ് ഒക്കെ ഉള്ളിൽ വെക്കുന്നവര് കണ്ടിട്ടില്ലേ? ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും. ഓ, അപ്പൊ നാളെ നമ്മളൊരു വീട്ടിൽ പോയപ്പോ കണ്ടില്ലേ, ഫുള്ള് ചെടികളായിട്ടുള്ള വീട്. എന്തോരം ഈ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൻ്റെ നമ്മുടെ സ്റ്റെപ്പൊക്കെ ചെറുതാട്ടോ, അതൊക്കെ നല്ല വലുപ്പമുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞു. ഇനി അവിടെ നല്ല വെയിലല്ലേ, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചു. വെള്ളപ്പയറും മുതിരയുണ്ട്, അപ്പോൾ എന്തെങ്കിലും അത് വെച്ച് കുറച്ച് ഇന്നലത്തെ ബീഫ് ഉണ്ട് കേട്ടോ ഇരിക്കണോ. അപ്പോൾ അത് ചൂടാക്കുകയും ചെയ്യാം. ഏട്ടനാണോ പറഞ്ഞു വെച്ചാൽ ഇന്ന് അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി കടമ്പഴിപ്പുറം ഗവൺമെൻറ്റിക്ക് പോകണം. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയൊക്കെ മരുന്ന് കിട്ടുമല്ലോ 1 മാസത്തേക്കുള്ളത്. അപ്പം അത് വാങ്ങാൻ പോവും വേണം. ഞാൻ ആദ്യം ഇവിടെ വൃത്തിയാക്കട്ടെ. കുട്ടികളും സ്കൂളിലേക്കാണ്ട് പോയി കഴിഞ്ഞു വെച്ചാലില്ലേ, പോകുമ്പോഴേക്കും അവർക്ക് ഓരോരോ തിരക്ക് കാരണം അവരൊരു സാധനം കാണില്ല. അതങ്ങോട്ട് വിടർത്തിയിട്ടിട്ട് പോവും. എല്ലാവരുടെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എത്ര വൃത്തിയാക്കിയിടുന്നോ അന്നൊന്നും ആരും വരില്ല കേട്ടോ. കച്ചറയിട്ടൊരു ദിവസം കിടക്കുക വെച്ചല്ലേ അന്ന് ആരെങ്കിലൊക്കെ വരും. ഞങ്ങളത് എപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേട്ടാ. നമ്മള് ഇതേപോലെ ശനി ഞായറൊക്കെ പെട്ടെന്ന് ഓടി വരുമ്പോഴേ ഇവിടെയാണ് പറഞ്ഞു വെച്ചാൽ എപ്പോഴും ഈ നിലക്കടല വയ്ക്കും കേട്ടോ. നിലക്കടല കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിലക്കടല വാങ്ങിക്കൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുമൊക്കെ അല്ലേ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് കൂടെയൊക്കെ ചെതറി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് അവരുടെ കഴിക്കൽ കഴിയട്ടെ എന്നിട്ടേ ഉള്ളൂ എടുത്ത് വെക്കുകയെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയത്തില്ലേ ആരെങ്കിലൊക്കെ ആയിട്ട് വരും. അല്ല പറഞ്ഞാൽ ഞാൻ എന്നിട്ട് എപ്പോഴും പറയും, എപ്പോഴും വൃത്തിയായിട്ടിട്ടില്ല പറഞ്ഞു വെച്ചാൽ ആരെങ്കിലൊക്കെ വീട് കാണാൻ വരും. ഇന്നലെ ഒരു കൂട്ടര് നമ്മുടെ വീട് കാണാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനുണ്ടായിരുന്നില്ലല്ലോ, ഏട്ടനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വീട് കാണാൻ വന്നിരുന്നു. അപ്പോഴിതേപോലെ ഉമ്മർത്ത് മൊത്തം കടലായിരുന്നു. ഇത് പിന്നെ അമ്മൂൻ്റെ സ്റ്റഡി ടേബിൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ അനിയേട്ടനാണ് കേട്ടോ. അനിയേട്ടൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഇരിക്കും. ഇത് പിന്നെ ഓരോന്ന് എഴുതി വയ്ക്കും കേട്ടോ. തമ്പനയിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത്. നമ്മുടെ തമ്പനയിൽ നമ്മുടെ എന്തെങ്കിലും ഒരു വിഷയം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലാണ് അങ്ങനെ വരുള്ളൂ. ഇന്നലെ ഇത് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം കാണിച്ചു തന്നില്ലല്ലോ, കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്കൊരു സമ്മാനം കാണിച്ചു തന്നോ? ഇതാ കണ്ട, ഇതാരെയാണത് ഏട്ടാ? തൃശ്ശൂരിൽ നിന്ന് ജോസ്ന പറഞ്ഞ ജോസ്ന
എന്താ ജ്യോത്സ്ന പറഞ്ഞൊരു കുട്ടി തന്നതാണ് കേട്ടോ എനിക്ക് ഈ വള. ഞാൻ തൃശ്ശൂർ വന്നിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് അവിടെ നിന്ന് എന്നെ കണ്ടപ്പോൾ ഞാൻ ഫാൻസിയിലായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് പഞ്ചലോകത്തിൻ്റെ പാദസരം വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ ഈ സ്വർണത്തിനൊക്കെ ഇങ്ങനെ വില കൂടുതലല്ലേ, അപ്പോൾ പഞ്ചലോകത്തിൻ്റെ കുറച്ച് കാലിടാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അയ്യോ, ഇങ്ങനെ കാണാൻ നല്ല ലുക്ക് ഉണ്ട് അല്ലേ? അല്ലേ? താങ്ക് യു. എന്താ അപ്പോൾ ഇതും കണ്ടില്ലേ, ഒരേ കളർ. ഇതൊന്നും ഇങ്ങനെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങരുത്. അതറിഞ്ഞെങ്കിൽ പത്തിരിപ്പാലയിൽ എന്താ ചെവി, അതേപോലെ തന്നെ ഞാനിതൊക്കെ ഊരിയൊക്കെ നമ്മുടെ ഇത് എനിക്ക് അവർ തന്നതാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഗോൾഡ് പോലെ ഉണ്ട് അല്ലേ? ഇല്ലേ? അവിടെ തന്നെ അവിടെ തന്നെ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളിങ്ങനെ എന്താ അങ്ങനെ പറഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോൾ അവരെന്നെ കണ്ടു കേട്ടോ. പിന്നെ വേറെ 2-3 ചേച്ചിമാരൊക്കെ കണ്ടിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുമ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അധികം പ്രായമൊന്നുള്ള കുട്ടിയെന്നല്ല, അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ കയ്യിൽ തന്നിട്ട്, ചേച്ചിക്ക് ചെറിയൊരു സമ്മാനം കേട്ടോ ചേച്ചി പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ, തന്നതിന് ഒരുപാട് നന്ദി. ഇടയ്ക്കെങ്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് കല്യാണത്തിനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഇടാലോ അല്ലേ? ഇത് കാണാനും നല്ല രസമുണ്ട്. ഇതിലോ ഇടാലോ. നമ്മുടെ പത്തിരിപ്പാലയിൽ ഒരാളുടെ കാത് മുറിച്ചിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നു. സ്വർണ്ണമൊന്നും ഇട്ടിട്ട് ആൾക്കാർ ആരും നടക്കണ്ട കേട്ടോ, ഉണ്ടെങ്കിലും കൂടി ഇടാതിരിക്കുകയാണ് നല്ലത്. നമ്മുടെ ജീവൻ എന്തെങ്കിലും റോൾഡ് ഗോൾഡൻ ഇട്ടിട്ട് നടക്കാം. അതിന് റോൾഡ് മുറിച്ചു കൊണ്ടുപോകുന്നതൊക്കെ അറിയോ? അതാണ് ശരി. എൻ്റെ കണ്ണിൽ സ്വർണ്ണമായിരിക്കും, മുറിക്കും, എടുത്തോണ്ട് പോകും. ശരിയാ. ചെവിയില്ല, കയ്യില്ല, കാലുമില്ല, നടക്കേണ്ടി വരും അവസാനം. വെള്ളപ്പയറ് മുതിരയും കുതിരയൊന്നല്ലേ? മുതിരയില്ലേ, വെള്ളപ്പയറാ? മുതിര വേണ്ട, ഏതാ ചെടുത്തോ? എനിക്ക് ഏതായാലും കുഴപ്പമൊന്നുമില്ല. മുതിരയിൽ കണക്കാ, വെള്ളപ്പയറാണ്. മുതിരയും എന്താ വാഴമണിയും പാടെ നാളെ ഉപ്പേരിയൊക്കെ ആയിക്കോട്ടെ. ചൂട് തുടങ്ങി പിന്നെ മുതിരക്കൊന്നും ചെയ്യാൻ പറ്റട്ടെ. അതിന് വാഴമണി ഉണ്ട് 2-3 എണ്ണം. കഴിച്ച് കുടുങ്ങിപ്പോയി, പിന്നെ മുതിര കഴിച്ച് കുടുങ്ങിപ്പോയി. അവരൊക്കെ അവിടെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കൂട്ടാൻ വെപ്പ് എൻ്റെ ഒരു പണിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ വെയിലല്ലേ, അപ്പോൾ വേഗം കൂട്ടാനും കൂടി വെച്ച് കഴിഞ്ഞു വെച്ചാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. എന്താ സുകന്യ ഉണ്ടെങ്കിൽ കുന്നത്തക്കുളത്ത് പോയി കഴിഞ്ഞാൽ തുണി തിരുമ്പിട്ട് വരാമല്ലേ? ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് നല്ല പണി കിട്ടിയിട്ടോ എനിക്ക്. ഒറ്റയ്ക്ക് പോയിട്ട് ഞാനും അമ്മും അച്ഛനും പാടെ പോയിട്ട് 2 പാമ്പുകളും പാടെ കൂടിയിട്ടേ ഈ പിരിയണ ഇതില്ലേ, ആ ഒരു ഇത് 2 പേരും പാടെ കടി കൂടിയിട്ട് എൻ്റെ അമ്മയെ പേടിച്ച് ഞങ്ങൾ തുണി തിരുമ്പാണ്ട് വന്നു. ഓർമ്മ ഉണ്ട് ഏട്ടനത്? ഓർമ്മയില്ല. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ പേടിച്ച് വന്നു കേട്ടോ. അപ്പോഴേക്കും ഭാഗ്യത്തിന് കനാലിൽ വെള്ളം വന്നു. ഇവിടെ വലിയ കനാലിൽ വെള്ളം വിട്ടിട്ടുണ്ട്. എപ്പോഴാണാവോ ഇവിടേക്ക് വരിക. തേങ്ങ ഇന്നലെ കിച്ചു പൊളിച്ചത് അവിടെ ഉണ്ടല്ലോ അല്ലേ? ഗ്രീൻ ഷെഫ്. ഇത് കടന്നൊരു 2 വിസിലടിക്കട്ടെ. അപ്പോഴേക്കും നമുക്കില്ലേ മുളകും മല്ലിയൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഞങ്ങളുടെ പാലക്കാട്ടുകാർക്ക് എല്ലാം പുളിയാണ്. മുതിരപ്പുളി, വെള്ളപ്പയർ പുളി, മീൻ പുളി. അതിൽ തേങ്ങ ഉണ്ടോ? ആരാ? അത് സാരില്ല. അപ്പം അതിൽ വേറൊരെണ്ണം ഉണ്ടായിരുന്നില്ല, അതെവിടെ? അരി വെക്കണേൻ്റെ അവിടെ ഉണ്ടോന്നും കുടിക്കും. അത് മതി പാ. ആരോ എന്നെ വിളിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് മതി, തേങ്ങല്ല.
മല്ലിപ്പൊടി. എൻ്റെ ഇപ്പം ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയ ഫോണില്ലേ കിച്ചുൻ്റെ കയ്യിൽ നിന്നാണ്ട് വീണിട്ട് ഇപ്പം അതൊന്നും ഇനി അതാദ്യം നേരെയാക്കണം. എനിക്ക് വെയ്യ, എനിക്ക് എന്താ ചെയ്യാം. എന്താ ആരെ വിളിക്കണമെന്നും കൂടി അറിയില്ല കേട്ടോ. ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. നമ്മുടെ ഇവിടെ ഏതൊരു കറിക്കും കുറച്ച് പുളി ഉണ്ടാവും കേട്ടോ, പുളിപ്പ് ചെറിയൊരു രീതിയിൽ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എനിക്ക് പറയാലോ, നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണമല്ലേ നല്ല ഇഷ്ടം. ഞങ്ങൾ നാളെ തൃശ്ശൂർ പോയപ്പോൾ എന്താ ഞാൻ പറഞ്ഞു നമുക്ക് പാലക്കാട് വിടുമ്പോഴേക്കും ഭക്ഷണം കഴിക്കും. പക്ഷേ ഏട്ടന് തൃശ്ശൂർ ഫുഡ് ഇഷ്ടം അത്രേ. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. അതും കൊണ്ടാണ് ഒരു പ്രാവശ്യം ഈ കക്ക കഴിച്ചു. എനിക്ക് ആ കക്ക ഇഷ്ടമായില്ല. കക്കയില്ലേ അത് കുഞ്ഞേത് ഇത്തിരി വട്ടത്തിലുള്ളത്. നമ്മൾ അന്നേ സുന്ദു നമ്മളൊക്കെ പാടെ പോയില്ലേ. ആ തൃശ്ശൂർക്ക് പോയില്ലേ ഒരു പ്രാവശ്യം. ഞാനൊരു സാധനം പൊട്ടത്തി ഗ്യാസ് ഓണാക്കാണ്ട് ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് എന്തത് ചൂടാവാത്ത നോക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂട്ടാൻ വെപ്പ് പറഞ്ഞു വെച്ചാൽ എപ്പോഴും നമ്മൾ ഈ പച്ചക്കറി വെക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെള്ളപ്പയറോ മുതിരയോ ചെറുപയർ ഞാൻ ഇപ്പോൾ കൂട്ടാൻ വയ്ക്കും കേട്ടോ. ചെറുപയർ കൂട്ടാനെ വയ്ക്കും. ചെറുപയർ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഈ അനിയട്ടല്ലേ കൂട്ടേയില്ല. ഉപ്പേരിയാണ് പറഞ്ഞു വെച്ചാൽ അനിയത്തിന് കുഴപ്പമില്ല, കൂട്ടാൻ അനിയത്തിന് ഇഷ്ടമല്ല. ചെറുപയറൊക്കെ കഴിക്കേണ്ട സാധനങ്ങളല്ലേ. ഈ വിഷം അടിച്ച പച്ചക്കറിനേക്കാൾ എത്രയും നല്ലതാണ്. ഉപ്പേരി മാത്രമേ പറ്റുള്ളൂ. ഞാൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ചിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. കുട്ടികൾക്ക് ഇടയ്ക്ക് ചാറൊക്കെ കൊടുക്കണേ. നീ വെള്ളപ്പയർ വെച്ച് കഴിഞ്ഞ് വെച്ചല്ലേ ഏട്ടൻ കുറച്ചെങ്കിലും കഴിക്കും. അനിയൻ അതിനെ കുറച്ച് കടലല്ലേ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. സുകന്യ അങ്ങോട്ട് തേങ്ങ അങ്ങോട്ട് പോയോ. ട്രൗസർ ഇടാണ്ട് ഇങ്ങോട്ട് വന്നാ അടി കിട്ടും. ട്രൗസർ ഇടാണ്ട് ഇങ്ങോട്ട് വന്നാ കിട്ടും. അതാ അതൊക്കെ തിന്നാൻ സാധിക്കില്ല. ഇനി അവൾ തന്നെ അല്ലേ, മറ്റോളെ കാണാല്ലേ. മറ്റോളെ കാണാല്ല. ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും അണ കടന്നിട്ട് കുട്ടികളും മക്കളുമായിട്ട് വരുമോയെന്ന് അറിയില്ല കേട്ടോ. ഈ കോഴികളെ വിശ്വസിക്കാൻ പറ്റില്ല പെണ്ണുങ്ങളെ. ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായി. പൊന്നൂന് ആർക്കെങ്കിലും കൊടുത്താലോ? ആ എന്താ ബോള് പോയോ? അതിന് ഇനി 2 ദിവസം കഴിഞ്ഞ പൂരാണ് വരുന്നത്. 2 ദിവസം കഴിഞ്ഞാലേ പറഞ്ഞു പൊട്ടിച്ചോ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പൂര വരുന്നുണ്ട്. അപ്പോൾ 2 വാങ്ങി തരാം. ഒന്ന് നിന്റെ അമ്മ വാങ്ങി തരും, ഒന്ന് വലിയച്ഛ വാങ്ങി തരും കേട്ടോ. സന്തോഷമായി. എന്താ അവൻ്റെ ഭാഷ, അവനെന്നെ മനസ്സിലാവുള്ളൂ. എന്താ പറയുന്നത് മനസ്സിലായോ? എൻ്റെ ദൈവമേ, അണ്ടാവോടെ എവിടെ തീപ്പെട്ടി? അപ്പോഴേ നമ്മുടെ കൂട്ടാനായി കേട്ടോ. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. അപ്പോൾ ഇതാ കൂട്ടാൻ നമ്മൾ മുളകും മല്ലി ഒന്ന് മിക്സിയിൽ അരച്ച് പിന്നെ തേങ്ങയും കൂടി അരച്ച് പുളി പാർന്നിട്ട് പിന്നെ ഉപ്പിട്ട് തിളച്ച് വന്നു. ഇനി ചെറിയുള്ളിയും കടുകും കൂടി താളിച്ചിടുക അല്ലേ സൂര്യ? ഇത്ര നേരമായി പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരമായി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട്. എന്താ ഞാൻ മുളകും മല്ലി അരച്ചപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിൽ വെച്ചു. അപ്പോഴേക്കും കറണ്ടും പോയി. പിന്നെ അത് പിഴിഞ്ഞെടുത്തിട്ട് അരയ്ക്കാനും പറ്റുമോ? അപ്പോൾ കാത്തു നിന്നൂട്ടോ. ഈ പൊന്നൂല്ലേ, ഈ ചവിട്ടി പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ചവിട്ടി അവിടെ കൊണ്ടുപോയിടുക, അതാ റോട്ടിൽ കൊണ്ടുപോയിടുക. ഇതന്നെ പൊന്നൂൻ്റെ പണി. പിന്നെ
നമ്മുടെ കൂട്ടാൻ കണ്ടോ, മുതിരപ്പുളിയല്ല കേട്ടോ, വെള്ളപ്പയർ പുളി. ഇതേ സെയിം തന്നെയാണ് നമ്മുടെ മുതിരയും പുളിയൊക്കെ. ചിലർ തേങ്ങ അരയ്ക്കുക, ഇങ്ങനെ ആക്കരുതെന്ന് കുറേ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ. അത് ശീലിച്ചിട്ട് അത് മാറ്റാം. എന്താ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവില്ലേ? ഒരു പാത്രത്തിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അത് പെട്ടെന്ന് ഇങ്ങനെ ശീലിച്ചിട്ടേ മാറ്റാൻ പറ്റണ്ടേ. അപ്പോൾ ഇതായി, ഇത്രയേ ഉള്ളൂ. ഇതിന് ഒരു ഉണക്കമീനോ, സോനിക്ക് എന്തൊരു ഇഷ്ടം? സോനി നമുക്ക് വല്ല ചിക്കനോ ബീഫോ, ഇന്നുണ്ട് ബീഫ് വരട്ടി. എന്തൊന്നും ഉണ്ടാത്ത് ഉറക്കം വരേ? നീ പണി ഒരുങ്ങില്ലേ? ഈ പോയി ഇറങ്ങിക്കോ, അതാ കൂട്ടാൻ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. എന്താന്നറിയില്ല അരേന്ന്. എനിക്ക് ഉറക്കൊന്നും വരുന്നില്ല. ഇക്കിൻ്റെ ഇനിയിപ്പോൾ പണികളൊന്നുമില്ല. പണി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പണിയുണ്ട്, ഇല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പണിയില്ല. എന്താടി നീ പണി? നേരെ ഇനി നേരെ ഈ മൺചട്ടിയിൽ കറി വയ്ക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ? തിളച്ച് 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 തിളച്ചും കൊണ്ടേയിരിക്കും. പിന്നെയും തിളച്ച് കണ്ട. നിങ്ങളുടെ അവിടെയൊക്കെ വേല സമയത്തില്ലേ, വേലയ്ക്ക് നിങ്ങൾ ചിക്കൻ വെക്കുമോ? നമ്മുടെ ഇവിടെ ഈ ഉള്ള വേലയ്ക്ക് ചിക്കൻ വെക്കില്ലേ? മണ്ണൂർലിയിലാ? ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായി കടന്നുറങ്ങാം. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ സുഖമായി കടന്നുറങ്ങാം. പിന്നെ ചോറ് എടുത്ത് കൊടുക്കല്ലേ? എന്താണ് അടിപൊളി. വേറൊന്നും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ എല്ലാം വേണം പറഞ്ഞ നമ്മുടെ കണ്ടോ, കണ്ടില്ലേ ബീഫ് കണ്ടോ, വേറിട്ടിട്ട് അങ്ങനെ ആക്കിയതാണ്. നമ്മൾ ഇന്നലെ വാങ്ങിയതില്ലേ, നമുക്ക് 2 ദിവസത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ 2 ദിവസത്തേക്ക് നമുക്ക് എത്തിക്കണം എന്നുള്ളത്. നമ്മൾ 2 ദിവസത്തേക്ക് എത്തിച്ചു ലേട്ടാ. എത്തിച്ചു. എന്താ കിടത്തം 50 ലക്ഷം കാറും ബന്ധു. ഇതില്ലേ നമുക്ക് ഇനിയും വേണമെങ്കിൽ കളർ മാറ്റി എടുക്കാം കേട്ടോ. കണ്ടോ, ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ കളർ മാറ്റി ആക്കാം. കുരുമുളക് എന്താണ് കറുപ്പ് കളറിലാക്കാറിയ അങ്ങനെ ആക്കാൻ. ഞാൻ അങ്ങനെ ആക്കണില്ല കേട്ടോ. എൻ്റെ അപ്പോ സുകന്യെ നോക്കി വെക്ക്. പിന്നെ ഇത് കുറച്ച് പാത്രങ്ങൾ നമുക്ക് കഴുകാനുണ്ട്. നമ്മുടെ പണി കഴിഞ്ഞു. ഒന്ന് ഉച്ചയ്ക്ക് ഇത് വെള്ളപ്പയറും ബീഫും ആണ് കേട്ടോ. അപ്പം ഇനി അച്ചാർ വേണ്ടവർക്ക് അച്ചാറുണ്ട്. അച്ചാർ അമ്മ അത് കഴിക്കില്ല, അപ്പം അമ്മയ്ക്ക് പപ്പടമുണ്ട് അച്ചാറും. അത് പിന്നെ കഴിക്കേണ്ട സമയമാകുമ്പോൾ കാച്ചിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട്. നേരത്തെ കാച്ചി വയ്ക്കില്ല, കഴിക്കേണ്ട സമയത്ത് കാച്ചി വയ്ക്കും. ഈ വെള്ളപ്പയർ പുളി നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വെക്കാത്തവർ നമ്മുടെ വീഡിയോയിൽ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കൂ കേട്ടോ. കുറേ പേര് ഷോർട്ട് വീഡിയോ ആയിട്ട് ചേച്ചി ഇതിട്ട് ഇടണേന്ന് പറഞ്ഞിരുന്നു. അത് നമുക്കൊരു ദിവസം ഇനി ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഷോർട്ട് വീഡിയോ ഇടുക കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കണു. രസം ഉണ്ടാക്കി ഇഷ്ടമായി, അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കി ഇഷ്ടമായി എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പം നിങ്ങളും ഉണ്ടാക്കൂ. നിങ്ങളുടെയൊക്കെ ഓരോന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കറികൾ നമുക്ക് പറഞ്ഞു തരുമാണ്. കടുക് ഇടാട്ടോ, ഞാൻ കടുക് ഇട്ടില്ല. കണ്ടോ, ഇളക്കി കണ്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയൂ. ലസുവിന് നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാലോ ഇതിൻ്റെ ടേസ്റ്റ്. അറിയാത്തവർക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയണ്ടേ, ഇതൊക്കെ ഉണ്ടാക്കി നോക്കണ്ടേ. ഒരു ദിവസം തെറ്റി അവനെ ഫോൺ കാണിച്ചു കൊടുക്കാത്തതിന് കേട്ടോ. അപ്പോൾ നമ്മുടെ
വിശേഷം നിർത്തുകയാണ്. ഏട്ടന് ഇനി ആശുപത്രി പോയെന്ന് തിങ്കളാഴ്ചയും കൂടിയല്ലേ, കുറേ നേരം നിൽക്കേണ്ടി വരും കേട്ടോ. അതാണ് ഇങ്ങനെ വലിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തട്ടെ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.